എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് മാങ്ങ കൊണ്ട് ജാമാണ് കേട്ടോ ഉണ്ടാക്കാൻ പോണത്. അപ്പം അതിനുള്ള മാങ്ങ എടുത്ത് വെച്ചേക്കണ്. വൃത്തിയാക്കി ഒക്കെ പൂളി എടുത്തതിന് ശേഷം നമുക്ക് തൂക്കി നോക്കാം കേട്ടോ എന്തോരം ഉണ്ടെന്ന്. അതനുസരിച്ച് നമുക്ക് ചെയ്യാം കേട്ടോ. പൂളിയൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പം ഇത് 3 കിലോ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇത് ഇനി മിക്സിയിലിട്ട് അരിച്ചു കൊണ്ടുവരാം കേട്ടോ. ഇതുപോലെയാണ് കേട്ടോ നമ്മളൊക്കെ അരിച്ചെടുക്കണത്. കണ്ടോ, വെള്ളം ചേർക്കാണ്ടാണ് നമ്മൾ അടിച്ചെടുക്കണം കേട്ടോ മാങ്ങ പുളി എഴുത്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും അധികം നമ്മൾ വറ്റിക്കേണ്ടി വരും. അപ്പം അത് ഭയങ്കര ബുദ്ധിമുട്ടാവും. നമുക്ക് മാങ്ങയൊക്കെ സുഖമായിട്ട് അടിച്ച് കിട്ടുകണ്ട, ഇതേപോലെ നല്ല പോലെ അടിച്ച് കിട്ടും കേട്ടോ മിക്സിയിൽ. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ട് അടുപ്പത്ത് വയ്ക്കാൻ നോക്കാം കേട്ടോ. നമുക്ക് 3 കൂട്ടാണ് കേട്ടോ ജാം ഉണ്ടാക്കാൻ വേണ്ടത്. ചെറുനാരങ്ങ നീരും പഞ്ചസാരയും. 1.5 കിലോ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കത് ഇടാം കേട്ടോ. നല്ലോണം നമുക്ക് ഇളക്കി യോജിപ്പിച്ച്, ഇനിയിപ്പോൾ കൈ എടുക്കാണ്ട് തന്നെ ഇളക്കേണ്ടി വരും, അല്ലെങ്കിൽ അടി പിടിക്കേ. അപ്പം ഇനി ഞാനിങ്ങനെ ഇളക്കി വറ്റിക്കട്ടെ കേട്ടോ. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 3 എണ്ണത്തിൻ്റെ നീര് എടുത്തിട്ടുണ്ട് ഞാൻ. ആയിട്ടില്ല, കുറച്ച് നേരം കൂടി ഇളക്കേണ്ടി വരും കേട്ടോ. ആവാറായിട്ടുണ്ട് കേട്ടോ. പൊട്ടിത്തെറിക്കലൊക്കെ നിന്നിട്ടുണ്ട്. അപ്പോൾ ഒതുങ്ങിയ പൊട്ടിത്തെറിക്കലായിട്ടുണ്ട് കേട്ടോ. പൊട്ടണ പോളം പോലെ വന്നിട്ട് ഇത്തിരി കൂടെ നേരം കഴിഞ്ഞാൽ ആവും കേട്ടോ. അപ്പം അതുവരെ ഞാൻ ഇളക്കട്ടെ കേട്ടോ. റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ചൂടാറുമ്പോൾ നല്ലോണം പാകാവും കേട്ടോ. അപ്പം ഞാൻ ഇറക്കാൻ പോവാണ് കേട്ടോ. നോക്കിയാൽ നമ്മുടെ ജാമൊക്കെ റെഡി ആയിട്ടാവും കണ്ടോ. സൂപ്പറായിട്ട് നമുക്ക് ബ്രെഡിലൊക്കെ തേച്ച് കഴിക്കാനായിട്ട് അടിപൊളിയായിട്ടുണ്ടോ. ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റൊക്കെ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം കേട്ടോ. സൂപ്പറാണ് കേട്ടോ.